വിദ്വേഷ കേസിൽ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തത് മറ്റൊരു കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പി.സി. ജോർജിന് തിരിച്ചടിയാകും. ഇടുക്കി തൊടുപുഴയിൽ നടത്തിയ വിദ്വേഷ പരാമർശത്തിലാണ് ബി.ജെ.പി. നേതാവിനെതിരെ പോലീസ് കേസെടുത്തത്. പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഹൈക്കോടതി അനുവദിച്ച ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിനാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടി വരും. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, കോടതിയിൽ നിന്ന് കർശനമായ നിർദ്ദേശമുണ്ടായിട്ടും വിമർശനമുണ്ടായിട്ടും പി.സി. ജോർജ് വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണോ വിവരങ്ങൾ? നിരന്തരമായി പി.സി. ജോർജ് ഈ നിലയിലുള്ള പരാമർശങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് വലിയ നിയമയുദ്ധങ്ങൾക്കൊടുവിലാണ് പി.സി. ജോർജിന് ജാമ്യം ലഭിക്കുന്നത്. പിന്നീട് പി.സി. ജോർജ് സ്വതന്ത്രനായി നടക്കുന്ന, ജയിൽ മോചിതനാകുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത്. ആ ജാമ്യ വ്യവസ്ഥയിൽ കർശനമായി തന്നെ ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കപ്പെടരുത് എന്ന് പറയുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ജാമ്യത്തിൽ കഴിയവെയാണ് തൊടുപുഴയിൽ നടന്ന HRDSന്റെ പരിപാടിയിൽ പി.സി. ജോർജ് കടുത്ത വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നതും കേസെടുക്കാൻ പോലീസിനെയും മുഖ്യമന്ത്രിയെയും നേരിട്ട് വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും. ഇതേ തുടർന്ന് പരാതികൾ ലഭിച്ചെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറാകാതെ വിട്ടുനിൽക്കുകയായിരുന്നു. ഒടുവിൽ കോടതിയുടെ ഒരു ഇടപെടൽ വന്നതോടുകൂടിയാണ് ഇന്നലെ തൊടുപുഴ പോലീസ് പി.സി. ജോർജിനെ ഒന്നാം പ്രതിയായും HRDS സെക്രട്ടറി അജി കൃഷ്ണനെ രണ്ടാം പ്രതിയായും ചേർത്തുകൊണ്ട് ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നത്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തി എന്നാണ് FIR-ൽ അടക്കം പറയുന്നത്. നിലവിൽ ഈ തരത്തിൽ ഈ വിദ്വേഷ പരാമർശത്തിന്റെ പേരിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ പി.സി. ജോർജിന് അത് വലിയ തിരിച്ചടിയാകും എന്നാണ് നിയമവൃദ്ധങ്ങൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണനയിലിരിക്കുകയാണ്. ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്ന ജാമ്യം കർശന വ്യവസ്ഥകളോടുകൂടിയാണ്. ഇത്തരം പരാമർശങ്ങൾ ആവർത്തിച്ചാൽ ജാമ്യം റദ്ദാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ കേസെടുത്തിരിക്കുന്നത് കൂടി പരിഗണിച്ച് ഒരുപക്ഷെ ജാമ്യം റദ്ദാകുകയും തുടർന്ന് പാലാരിവട്ടം പോലീസിന് വേണമെങ്കിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേസമയം തൊടുപുഴയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട ഉടൻ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. പ്രാഥമികമായ ചില അന്വേഷണങ്ങൾ നടത്തണം. പി.സി. ജോർജിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളുണ്ട്. അത്തരം നടപടികൾക്കൊക്കെ ശേഷം, അന്വേഷണത്തിന് ശേഷമാണ് ഒരു തീരുമാനമെടുത്ത ശേഷം അറസ്റ്റിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് തൊടുപുഴ പോലീസ് അറിയിക്കുന്നത്. അതേസമയം നിലവിലിരിക്കുന്ന ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടതിനാൽ പാലാരിവട്ടം പോലീസിന് വേണമെങ്കിൽ പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിൽ സംജാതമായിട്ടുണ്ടെന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദിവ്യ.